വെൽക്കം ടു യുണൈറ്റഡ് സെൻട്രൽ. ബ്രൂണോയ്ക്ക് വേണ്ടി സൗദിയിൽ നിന്നും ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. അൽ ഹിലാലിൻ്റെ ഇൻട്രസ്റ്റ് ആണ്. റൊമാനോ, അതുപോലെ തന്നെ ജേക്കബ്സ് ബെൻ, അങ്ങനെ കുറേ ജേർണലിസ്റ്റുകളൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ബ്രിട്ടീഷ് ട്രാൻസ്ഫർ റെക്കോർഡ് ഫീസൊക്കെ തരാനായിട്ട് അവർ തയ്യാറാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇപ്പോൾ നിലവിൽ മോയ്സസ് കസീഡോടെ 115 മില്യൺ ആണ്. അപ്പോൾ അതിന് മുകളിലൊക്കെ ഇവർ പേ ചെയ്യാൻ തയ്യാറാണെന്നുള്ള രീതിയിലൊക്കെ റിപ്പോർട്ട് പറയുന്നുണ്ട്. മാത്രമല്ല, ഇവർ ബ്രൂണോയുടെ ഏജൻ്റായിട്ടും അഡ്വക്കേറ്റൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ആദ്യം വാർത്ത വന്നത്. അപ്പോൾ അവർ വൻ സാലറിയൊക്കെയാണ് ഓഫർ ചെയ്യുന്നത്. 65 മില്യൺ പെർ ഇയർ, 1.25 മില്യൺ പെർ വീക്ക്. അപ്പോൾ അങ്ങനെയുള്ള വൻ സാലറിയൊക്കെയാണ് ഓഫർ ചെയ്യുന്നത്. ഞാൻ ബ്രൂണോയുടെ സ്ഥാനത്താണെങ്കിൽ ഐ വിൽ ടേക്ക് ദ പേ ചെക്ക് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ദാറ്റ്സ് ടു മച്ച് മണി, അല്ലെങ്കിൽ മാസീവ് മണി, എമൗണ്ട് ഓഫ് മണിയാണ്. ഒരിക്കലും അങ്ങനെ ഒരു ഓഫർ നമ്മൾ പ്രായം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ കിട്ടില്ല. ഇപ്പോൾ ബ്രൂണോ ഈ വർഷം 31 വയസ്സാവും. ഇപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ രണ്ട് രീതിയിൽ ഇതിനെ ചിന്തിക്കാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൂണോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കീ പ്ലേയേഴ്സിൽ ഒരാളാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹം നമുക്ക് വേണ്ടി ഗോൾസ് ആൻഡ് ഔട്ട്പുട്ടൊക്കെ ഇടുന്നുണ്ട്, അസിസ്റ്റ് ഔട്ട്പുട്ടുകളൊക്കെ ഇടുന്നുണ്ട്. അറ്റ് ദി സെയിം ടൈം അതേ പറഞ്ഞ പോലെ തന്നെ 31 വയസ്സാവുന്ന ഒരു പ്ലെയറാണ്. ഇനി ഒരിക്കലും 1-2 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് ഈ ഒരു വാല്യൂ കിട്ടില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലിവർപൂൾ കൊണ്ട് കുട്ടിഞ്ഞോനെ ചെയ്ത പോലെ സെയിലാക്കാം. അതിനുശേഷം ആ പൈസയ്ക്ക് വേണമെങ്കിൽ നമുക്ക് നല്ല പ്ലേയേഴ്സിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾ പ്ലേയേഴ്സിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അവിടെയുള്ള മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്വാഡിലേക്ക് നോക്കിക്കഴിയുമ്പോൾ സീനിയർ പ്ലേയേഴ്സിൻ്റെ വലിയൊരു കുറവുണ്ട്. നമുക്കിപ്പോൾ അത്യാവശ്യം വിശ്വസിക്കാൻ പറ്റുന്ന സീനിയർ പ്ലേയേഴ്സ് എന്ന് പറയാവുന്ന ഒരാൾ ബ്രൂണോ, മറ്റേത് കസമീറോ, അതുപോലെ തന്നെ ഹാരി മഗ്വയറാണ്. ബാക്കിയുള്ളവരൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരല്ല, അല്ലെങ്കിൽ ടീമിന് വേണ്ടി ടേണപ്പ് ചെയ്യാറില്ല. ഇപ്പോൾ ഇവരൊക്കെ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ടേണപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു കേസിലേക്ക് വന്നു കഴിയുമ്പോൾ ഉള്ളൊരു രണ്ട് സൈഡ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ എന്തായാലും ബ്രൂണോയുടെ താല്പര്യം പോലെ ഇരിക്കുമ്പോൾ ബ്രൂണോ തീരുമാനിക്കുകയാണ്, ഞാൻ ആ ഒരു പേ ചെക്ക് എടുക്കാം, എനിക്ക് ആകെ ഒരു ലൈഫുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരന് അങ്ങനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പോവാം. അപ്പോൾ നമുക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ പ്ലെയർ അങ്ങനെ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. എന്താണ് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ തോന്നുന്നത്? ഇപ്പോൾ നിങ്ങൾ മാനേജ്മെൻറ്റിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ എന്ത് ഡിസിഷനായിരിക്കും എടുക്കുക? ബ്രൂണോനെ കീപ്പ് ചെയ്യുമോ അതോ സെയിലാക്കിയിട്ട് ആ പൈസയ്ക്ക് റീഇൻവെസ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും മൂവിങ് ഓൺ, മറ്റൊരു കാര്യം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാന്യ മിലങ്കോവിച്ച് സാവിച്ച്, സെർജി മിലങ്കോവിച്ച് സാവിച്ചിൻ്റെ അനിയൻ. സെർജി മിലങ്കോവിച്ച് സാവിച്ചിനെ അറിയാമായിരിക്കും, ലാറ്റ്സിയോയിൽ കളിച്ചുകൊണ്ടിരുന്ന പ്ലെയറാണ്, മിഡ്ഫീൽഡറാണ്. ജോസെ ഉണ്ടായിരുന്ന സമയം തൊട്ട് തന്നെ നമ്മളായിട്ട് ഹെവിലി ലിങ്ക് ഉണ്ടായിരുന്ന ഒരു പ്ലെയറാണ്. എല്ലാ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലും സെർജി മിലങ്കോവിച്ച് സാവിച്ചിന് യുണൈറ്റഡ് നോക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പോൾ പുള്ളിയുടെ അനിയനാണ് ഈ വാന്യ. അപ്പോൾ ഈ വാന്യ യുണൈറ്റഡിൽ ഉണ്ടായിരുന്നതാണ് 2015 ആ ഒരു സമയത്ത്. പക്ഷേ ആൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റിയില്ല. എന്തോ വർക്ക് പെർമിറ്റിൻ്റെ ഇഷ്യൂ കാരണം അന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ആൾ ടൊറീനോയിലാണ് കളിക്കുന്നത്. സീരിയയിലെ സ്റ്റാറ്റിസ്റ്റിക്കലി ടോപ്പ് ഗോൾ കീപ്പേഴ്സിൽ ഒരാളാണ്. രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് വാന്യയാണ്, രണ്ടാമത് നിൽക്കുന്നത് ഡെഹയാണ് കേട്ടോ. അപ്പോൾ അതാണ് അവിടെ മെൻഷൻ ചെയ്യാനുള്ളൊരു കാര്യം. ഇപ്പോൾ വാന്യയുടെ ലിങ്ക് റൊമാനോ ആണ് പുറത്തേക്ക് വിട്ടത്. യുണൈറ്റഡ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് 17 മില്യൺ ഒക്കെയാണ് ആൾക്ക് പറയുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത്. 28 വയസ്സാണ്, ടൊറീനോയുടെ താരം. ഇപ്പോൾ മെയിനായിട്ട് ഇതിനകത്ത് സംഭവം കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഡിസ്ട്രിബ്യൂഷൻ സംഗതികളൊന്നും ഒരു സ്ഥലത്ത് പോലും വീഡിയോ ക്ലിപ്പൊന്നും കണ്ടില്ല. ആകെ സേവ് ചെയ്യുന്ന കുറച്ച് ക്ലിപ്പുകൾ കണ്ടു. അതൊക്കെ നൈസാണ്, അത്യാവശ്യം ആൾ സേവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഭീമാകാരനായിട്ടുള്ള മനുഷ്യനാണ്, 6 അടി 8 ഇഞ്ച് പൊക്കമുണ്ട്. അപ്പോൾ അത്രയും എന്താ പറയുക റീച്ചും അതുപോലെ തന്നെ കൈയുടെ സ്പാനും ഉള്ള മനുഷ്യനാണ്. അപ്പോൾ കോർണറൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കോട്ടുമൊക്കെ ചെയ്യുന്ന പോലെ ചുമ്മാ ഇങ്ങനെ കൈ കൊണ്ട് പിടിക്കാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കേപ്പബിലിറ്റി ഒക്കെ ഉള്ള ഒരാളെ പോലെയാണ് തോന്നുന്നത്. പക്ഷേ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, അതുപോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോൾ കീപ്പറിൻ്റെ മണ്ടത്തരങ്ങളാണ് നമ്മൾ കാണുന്നത്. സേവുകളേക്കാളും കൂടുതൽ ആൾ വരുത്തിയിട്ടുള്ള മിസ്റ്റേക്കുകളും 50-50 സിറ്റുവേഷനിലൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ആക്ച്വലി കാണേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ഒരാളെ വിലയിരുത്താൻ പറ്റുള്ളൂ. ആക്ച്വലി ക്ലബ്ബ് ഒനാനയ്ക്ക് പകരക്കാരൻ ഒരാളെ നോക്കുന്നുണ്ടെന്ന്, സീരിയസ് ആയിട്ട് നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒനാനെ നമുക്കറിയാമല്ലോ, വിശ്വസിക്കാൻ പറ്റില്ല. വേറെ എല്ലാവരും നന്നായിട്ട് കളിച്ചാലും ചിലപ്പോൾ ഒനാനയുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് വന്നേക്കാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം വാന്യയിലേക്ക് നോക്കുന്നത്. അതുപോലെ ഫാൻസ് പറയുന്നൊരു പേരാണ് ജോവാൻ ഗാർസിയ. അപ്പോൾ എന്നാൽ ക്ലബിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ലിങ്കൊന്നും കണ്ടില്ല. ഇസ്പാനിയോളുടെ 24 വയസ്സുള്ള താരമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. 30 മില്യൺ റിലീസ് ക്ലോസ് ഒക്കെ അവിടെ ആൾക്കുണ്ട്. അതുപോലെ വാന്യനെ പറ്റി പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ നല്ലൊരു പെനാൽറ്റി സ്റ്റോപ്പറാണ്. നല്ല രീതിയിൽ ഒരു പെനാൽറ്റി റെക്കോർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി പെനാൽറ്റി റെക്കോർഡ്, സേവിങ് റെക്കോർഡുള്ള ആളാണ് വാന്യ.
സോ ഗായ്സ്, അതൊക്കെയാണ് ഇപ്പോൾ വന്നിട്ടുള്ള പ്രധാനമായിട്ടുള്ള വാർത്തകൾ. ഇപ്പോൾ എന്തായാലും നമുക്ക് ഇനി വരാൻ പോകുന്നത് സെമി ഫൈനലാണ് ബിൽബാവോ ആയിട്ടുള്ള. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളുള്ള കാര്യം തീർച്ചയായും കമൻ്റ് ആയിട്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.